എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ കളറുള്ള അവലായാലും എടുക്കാം. ഇപ്പം ഞാനത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചെറിയത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 കപ്പ് വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ തേങ്ങയുടെ കളറൊന്നും അങ്ങനെ മാറാൻ നിൽക്കണ്ട, ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ അവൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത തേങ്ങയും അവലും ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അവലൊക്കെ വറുത്ത പാൻ എടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആ പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10-20 കാഷ്യൂസ് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ റേസിൻസും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ കാഷ്യൂസ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ മിശ്രിതം ഉണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനിപ്പോൾ ചൂടൊന്നുമില്ല, ചൂടോടുകൂടി നമ്മൾ ചേർക്കരുത്. ചൂടാറിയ ശേഷം വേണം ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഒരുമിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇത് വല്ലാതെ വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമാകുമ്പോൾ നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിക്കുന്നത് നിർത്താം. അപ്പോൾ എനിക്കിതിലേക്ക് ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഈ മാവിൽ നിന്ന് കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ആ നെയ്യിൻ്റെ അംശമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ കൈ നല്ല നെയ്യുമയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉരുളകളുടെയൊക്കെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി നാടൻ പലഹാരം നമ്മുടെ അവൽ ലഡ്ഡു ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിന് എത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്